മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമാ പ്രേക്ഷകർക്ക് തന്നെയാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ബീങ് മോഹൻലാൽ ഇസ് നോട്ട് ഈസി എന്നുള്ളത്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബീങ് പൃഥ്വിരാജ് ഇസ് നോട്ട് ഈസി എന്നുള്ളതാണ്. അപ്പോൾ ബീങ് പൃഥ്വിരാജ് ഇസ് നോട്ട് ഈസി ആണോ, അത് ആക്ച്വലി കുറച്ച് ഡിഫിക്കൽട്ട് ആണോ? ഇതുകൊണ്ടോ എന്നെ വളർത്തിയത് നിങ്ങളാണ്. അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ എന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോളിൽ വരുമ്പോൾ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണമല്ല. അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമാ പ്രേക്ഷകർക്ക് തന്നെയാണ്. സോ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ റെസ്പെക്ട്. You are free to criticize me. I'll keep trying. ഞാൻ എപ്പോഴും ഒരു സത്യം മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. ഒരു ലെസ് ദാൻ 100% എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യില്ല. എൻ്റെ പരിമിതമായ കഴിവുകൾ 100% അപ്ലൈ ചെയ്തിട്ട് വേണം എല്ലാ സിനിമയും ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് ഞാൻ പരമാവധി ട്രൈ. ബിക്കോസ് അതുപോലെ സാറിൻ്റെ സിനിമ ഇൻഫാക്ട് നാളെയാണ് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച്. സോ ഈ ആ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ സമയമുണ്ടല്ലോ. അതിന്റെ റിലീസ് സമയമൊക്കെ ആകുമ്പോൾ വെന്യൂസ് വി ക്യാൻ സ്പീക്ക് അബൌട്ട് ദാറ്റ്.